തീർച്ചയായും KPCCയുടെ വയനാട് പുനരധിവാസ ഫണ്ടിലും കൈയിട്ട് വാരുന്ന കോൺഗ്രസ് നേതാക്കൾ. ആരോപണവുമായി ബന്ധപ്പെട്ട് 8 മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിട്ട് തലയൂരാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. VK ശ്രീകണ്ഠൻ MP-യുടെ ശബ്ദ സന്ദേശം ഇന്നലെ പുറത്തു വന്നിരുന്നു. കൂടുതൽ ആയി നമ്മൾ ഇന്നും പുറത്തുവിട്ടിരുന്നു. ഇതോടെ സംഭവത്തിൽ കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ്. ഇതിൻ്റെ വിവരങ്ങളുമായി ശരത് ഓങ്ങല്ലൂർ തന്നെ ചേരുന്നു. ശരത് ഓങ്ങല്ലൂർ, നമ്മൾ പറഞ്ഞു വന്നത് നേരത്തെ തട്ടിപ്പ് നടത്തുന്നു, അടാട്ടടക്കമുള്ള മണ്ഡലങ്ങൾ പിരിച്ചുവിടുന്നതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവാണ് എന്നതടക്കമുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ട സംഘർഷവും കോൺഗ്രസിൽ ഉള്ളിൽ DCCക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അനുരണനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് കോൺഗ്രസിനെ ബാധിക്കുന്നത്, സ്വാധീനിക്കുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? തീർച്ചയായും ശരത് ഓങ്ങല്ലൂർ, ഞാൻ തിരിച്ചെത്താം. എന്തോ ശബ്ദം ഇങ്ങ് എത്തുന്നില്ല. എന്തായിരുന്നാലും ഈ VK ശ്രീകണ്ഠൻ MP-യുടെ ഇന്നലത്തെ ഓഡിയോ സന്ദേശം, അതായത് അവരുടെ ഗ്രൂപ്പിൽ DCCയുടെ ഭാരവാഹികൾക്ക് അയച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വോയിസ് സന്ദേശം, തൃശ്ശൂർ DCCയുടെ പ്രസിഡന്റ് എന്ന ചുമതല വഹിക്കുന്ന ശ്രീകണ്ഠൻ MP, VK ശ്രീകണ്ഠൻ MP പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് 8 മണ്ഡലം കമ്മിറ്റികളെ വരെ പിരിച്ചുവിടുന്നു. എന്തിൻ്റെ പേരിലാണ്? വയനാട് പുനരധിവാസ ഫണ്ട് എന്ന രീതിയിൽ കോൺഗ്രസ് പിരിച്ച ഫണ്ട് അത് കൃത്യമായി അടയ്ക്കുന്നില്ല, അതിൽ വെട്ടിപ്പ് നടത്തുന്നു. 1. 2, കരുണാകരൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ പേരിലുള്ള സ്മാരകം കെട്ടുന്നതിനായി പിരിച്ച പണം അതും എത്തുന്നില്ല. പലരും ചെറുതുകകളാണ് എത്തിക്കാത്തത് എന്നതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. പക്ഷേ വൻ തുകകൾ പിരിച്ച ഈ 8 മണ്ഡലം കമ്മിറ്റികളുടെ കാര്യത്തിലാണ് പിരിച്ചുവിടുകയും സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തുള്ള നടപടികൾ കോൺഗ്രസ് ആഭ്യന്തരമായി എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരത് ഓങ്ങല്ലൂരിലേക്ക് തന്നെ തിരികെ എത്തിയാൽ, ശരത്ത്, എത്ര രൂപയാണ് ഇങ്ങനെ പിരിച്ചെടുത്തത്? കാരണം 1000-ഓ 2000-ഓ ഒക്കെ പിരിച്ച് എടുത്ത് ചിലർ അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്, അവർക്കെതിരെ നടപടിയില്ല. അപ്പോൾ ഈ നടപടിയെടുത്ത 8ഓളം മണ്ഡലം കമ്മിറ്റികൾ എത്ര രൂപയാണ് പിരിച്ചത്? ഇതടക്കമുള്ള കാര്യങ്ങൾ പുറത്തെത്തണ്ടേ? അജിംഷാദ്, ഇതിനകത്ത് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ആദ്യഘട്ടത്തിൽ KPCCയുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഓരോ ബൂത്ത് കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും പ്രത്യേകം കൂപ്പൺ നൽകിയിരുന്നു. ആ കൂപ്പൺ വഴി പിരിച്ച സംഖ്യയുടെ നിശ്ചിത സംഖ്യ KPCCയുടെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് നൽകുക എന്നാണ് പറഞ്ഞിരുന്നത്. ഈ 8 മണ്ഡലം കമ്മിറ്റികളും ഇതിനകത്ത് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തി, അതായത് കൂപ്പൺ വെച്ച് പിരിക്കുകയും എന്നാൽ അതിനകത്ത് തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു മണ്ഡലം കമ്മിറ്റിക്ക് ചുമതലയുണ്ടായിരുന്ന 5000 രൂപയുടെ കൂപ്പണാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ 5000 രൂപയുടെ കൂപ്പൺ നൽകിയതിൽ 5000 രൂപ പിരിച്ചെടുത്തു കഴിഞ്ഞാൽ 4000 രൂപ അവരുടെ ചെലവുകൾക്ക് ഉപയോഗിക്കാമെന്നും 1000 രൂപ വയനാട് പുനരധിവാസത്തിന് നൽകാം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അതായത് ഔദ്യോഗികമായി തന്നെ അവർക്ക് പണം സ്വരൂപിക്കാനുള്ളൊരു അവസരം KPCCയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു തട്ടിപ്പല്ല എന്നാണ് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. കാരണം ഇത് കേരളത്തിലൊടുനീളം ഇത്തരത്തിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഇത് KPCC പ്രസിഡന്റിന്റെ ചുമതലയുള്ള VK ശ്രീകണ്ഠന്റെ ശബ്ദ സന്ദേശം തൃശ്ശൂരിൽ മാത്രമാണ് പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം മാത്രമാണ് പുറത്തു വന്നത് എന്നുള്ളത് ഇത് മാത്രമേ പുറത്തുള്ളൂ എന്ന് പറയുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് കോൺഗ്രസിനുള്ളിലെ മാത്രം പ്രശ്നമല്ല. കാരണം ഇതൊരു പൊതുപ്രശ്നം തന്നെയാണ്. കാരണം ഇതൊരു വലിയ വെട്ടിപ്പാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് വയനാടിൻ്റെ പേരിൽ പിരിക്കുന്ന ഫണ്ട്, ആ ഫണ്ടിൽ 4000 സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, 1000 രൂപ മാത്രം വയനാട് പുനരധിവാസത്തിന് നൽകാം. അവിടെ തന്നെ ഒരു ചീറ്റിംഗ് ഉണ്ട്. ഇനി ആ 1000-ഉം നൽകാത്തവരാണ് ഇങ്ങനെയുള്ള നടപടികളിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യം. അത് എത്രത്തോളം തുകയാണ് ഓരോ മണ്ഡലം കമ്മിറ്റികളും പിരിച്ചത്? ഈ 8 മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ നടപടി സ്വീകരിച്ചുവെങ്കിൽ ഈ 8 മണ്ഡലം കമ്മിറ്റികളും കൂടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് വയനാടിൻ്റെ പേരിൽ പിരിച്ച് മാറ്റിയത് എത്ര എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതൊരു പൊതുപ്രശ്നം കൂടിയാണ്. ഇത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയം മാത്രമല്ല ശരത് ഓങ്ങല്ലൂർ, അല്ലേ?
തീർച്ചയായിട്ടും അജിംഷാദ്, നമുക്ക് വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വൈകാരികമായിട്ടാണ് മലയാളികളെല്ലാം തന്നെ വയനാടിൻ്റെ പുനരധിവാസത്തിനായി കൈകോർത്തത്. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ വയനാടിന് വേണ്ടി കൈകോർത്തപ്പോൾ കേരളത്തിനകത്തൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി തന്നെ ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്തുന്നു എന്നത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അത് ജനങ്ങളെ വഞ്ചിക്കുന്നൊരു കാര്യമാണ്. അത് ജനങ്ങളിൽ നിന്ന് പിരിവെടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വഞ്ചന നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ 111 മണ്ഡലം കമ്മിറ്റികളാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് 103 മണ്ഡലം കമ്മിറ്റികൾ പിരിവ് അടച്ചു എന്ന് പറയുമ്പോഴും ആ അടച്ച സംഖ്യ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് KPCC നേതൃത്വവും DCC നേതൃത്വവും തന്നെയാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ മറ്റു ജില്ലകളിൽ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾക്കകത്ത് വ്യക്തത വരുത്തേണ്ടത് KPCC നേതൃത്വവും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കളുമാണ്. ഇതിനകത്ത് DCCയുമായി ബന്ധപ്പെട്ട കണക്കുകൾ മാത്രമാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതും അതിനകത്തും കൃത്യമായി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ്, അതായത് 8 മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഔദ്യോഗികമായ ഉത്തരവ് 2 ദിവസത്തിനുള്ളിൽ വരും എന്നാണ് പറയുന്നത്. അതായത് വാക്കാലുള്ള നിർദ്ദേശമാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഇത്തരത്തിലൊരു വാർത്തയായ സാഹചര്യത്തിൽ ഇത് ഏതൊക്കെ രീതിയിൽ തിരുമറി നടത്തുമെന്നോ അല്ലെങ്കിൽ ഇത് ഒതുക്കി തീർക്കാൻ എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളുമെന്നോ കാര്യം നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇത് വ്യാപകമായ രീതിയിൽ വയനാടിൻ്റെ പേരിൽ വ്യാപകമായ രീതിയിൽ തട്ടിപ്പ് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാം അജിംഷാദ്. തീർച്ചയായും ശരത്തോങ്ങല്ലൂർ, ഇവിടെ പുറത്തെത്തുന്ന നേരത്തെ പറഞ്ഞിരുന്ന വസ്തുതകൾ 2-3 എണ്ണമാണ്. കാരണം ഒന്ന്, ഇതൊരു പൊതുപ്രശ്നമാണ്, വയനാടിൻ്റെ പേരിൽ പിരിച്ചത് മാത്രമല്ല, മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ പേരിൽ പിരിച്ചത്, കരുണാകരൻ്റെ സ്മാരകം നിർമ്മിക്കാനായി പിരിച്ചത്. ഈ 2 വിഷയങ്ങളിലും ഒന്ന് വയനാടുമായി ബന്ധപ്പെട്ടത് പൂർണ്ണമായും പൊതുപ്രശ്നം തന്നെയാണ്. അതിൻ്റെ പേരിൽ പിരിച്ചത് അത് വയനാടിന് നൽകാനായി ജനം നൽകിയ തുകയാണ്. അതാണ് വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 2, എത്രത്തോളം തുകയാണ് വെട്ടിപ്പ് നടത്തിയത്? ഈ 8 മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിടാൻ കോൺഗ്രസ് ആഭ്യന്തരമായി നിർബന്ധിതമായ ഈ 8 മണ്ഡലം കമ്മിറ്റികൾ എത്ര രൂപയാണ് പിരിച്ചത്? 2, 3, ഇതിനകത്ത് എന്തൊക്കെ നടപടികളാണ് മറ്റ് കാര്യങ്ങളായി കോൺഗ്രസിൽ വന്നിട്ടുള്ളത്? 4, VK ശ്രീകണ്ഠൻ്റെ ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് അവരുടെ ഉള്ളിലുള്ള ഭിന്നതകളുടെ ഭാഗമായിട്ടാണ് എന്നതിൻ്റെ വാക്കുകൾ. ഇങ്ങനെ 4 കാര്യങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തൃശ്ശൂരിലെ കാര്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന വിഷയങ്ങളായി അലയടിക്കുന്നത്. ശരത്ത്, അജിംഷാദ്, തൃശ്ശൂരിലെ കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നിൽ അതിനകത്ത് കൃത്യമായിട്ട് ശബ്ദം ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്ത വ്യക്തി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത് മണ്ഡലം പ്രസിഡന്റുമാർക്ക് അയച്ചു കൊടുക്കുകയും അവിടെ നിന്ന് കൈമാറി വന്നൊരു ശബ്ദ സന്ദേശമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് എത്ര സംഖ്യ പിരിച്ചു എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതക്കുറവുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് മണ്ഡലം കമ്മിറ്റികൾക്ക് 5000 രൂപയുടെ കൂപ്പൺ നൽകും എന്നാണ് പറഞ്ഞിരുന്നത്. അതിനപ്പുറത്തേക്ക് എത്രത്തോളം ഈ പിരിവിൻ്റെ വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിനകത്ത് വ്യക്തത വരേണ്ടതുണ്ട്. കൃത്യമായി നമുക്കൊരു സംഖ്യ ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇതിനകത്ത് തട്ടിപ്പ് നടന്നിട്ടുണ്ട് 8 മണ്ഡലം കമ്മിറ്റികൾ നേതൃത്വത്തിൽ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ഈ 8 മണ്ഡലം കമ്മിറ്റികളെയും ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് DCC നേതൃത്വം എത്തിയിട്ടുമുണ്ട്. സമാനമായ അവസ്ഥയിൽ മറ്റു ജില്ലകളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് ഒരു പൊതു പ്രശ്നം തന്നെയാണ്. അത് കോൺഗ്രസിനകത്ത് മാത്രം അച്ചടക്ക നടപടി കൊണ്ട് അവസാനിക്കേണ്ട ഒരു പ്രശ്നമല്ല, അതൊരു പൊതു പ്രശ്നം തന്നെയാണ്. കാരണം മലയാളികളെല്ലാം തന്നെ വലിയ ഒറ്റ മനസ്സോട് കൂടിയിട്ടാണ് വയനാടിൻ്റെ പുനരധിവാസത്തിനായിട്ട് കൈകോർത്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വയനാടിൻ്റെ പുനരധിവാസം ഞങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ കഴിയും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് KPCC നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഫണ്ട് കളക്ഷൻ നടന്നിരുന്നത്. ഈ ഫണ്ട് കളക്ഷനിലാണ് വലിയ രീതിയിലുള്ള അഴിമതി നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് പൊതുമധ്യത്തിൽ ചർച്ചയാവേണ്ട ഒരു വിഷയം തന്നെയാണ്. പൊതുജനങ്ങൾ കൂടി ഉൾപ്പെടുന്ന വിഷയമാണ്. പൊതുജനങ്ങളിൽ നിന്ന് എടുത്ത പിരിവാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, കരുണാകരൻ്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അജിംഷാദ് ചോദിച്ചത്. കരുണാകരൻ്റെ സ്മൃതി മന്ദിരത്തിൻ്റെ
സിയുടെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 മണ്ഡലം കമ്മിറ്റികൾക്കെതിരെയാണ് നടപടിയെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വാർത്തകൾ പുറത്തു വരുന്നത്, ചില മണ്ഡലം കമ്മിറ്റികൾ തിരിച്ചടയ്ക്കാത്ത, ഈ കരുണാകരൻ സ്മൃതി മന്ദിരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിരിവ് നടത്താത്തവരുടെ പേര് പുറത്തുവിട്ടിരുന്നു. അതിനകത്ത് ഓരോ കെ പി സി സിയുടെയും ഡി സി സിയുടെയും നേതൃത്വത്തിലുള്ളവർ വരെ മണ്ഡലം കമ്മിറ്റിക്ക് പണം നൽകേണ്ട ഒരു കണക്കുണ്ടായിരുന്നു. എന്നാൽ അവരൊന്നും നൽകിയിട്ടില്ല. അതായത് മുൻ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ പണം നൽകാതെ മണ്ഡലം കമ്മിറ്റിയെ കബളിപ്പിച്ചു എന്നൊരു ആക്ഷേപം കരുണാകര സ്മൃതി മന്ദിരം മണ്ഡലം കമ്മിറ്റികൾ 8 മണ്ഡലം കമ്മിറ്റികൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പിരിച്ച ഫണ്ടാണ് മുക്കിയത്. അവർക്കെതിരെയാണ് 8 എടുത്ത് നടപടിയുള്ളത്. ഈ കരുണാകരൻ്റെ സ്മാരക മന്ദിരവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ കാര്യത്തിൽ അത് വേറെ 10 മണ്ഡലങ്ങൾക്കെതിരെ അത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നു. അങ്ങനെയാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അങ്ങനെയാണ് രണ്ട് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 18 മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇതിൽ വ്യക്തമാകുന്ന കാര്യം, കാരണം നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ദുരിതത്തിന് വേണ്ടി, നേരത്തെ ശരത് സൂചിപ്പിച്ചതുപോലെ വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേരളം മുഴുവൻ ഒരു മെയ്യും ഒരു കൈയുമായി നിന്നതാണ്. അവിടെയാണ് ഈ കൈപ്പത്തിയുടെ പേരിലുള്ള കോൺഗ്രസ് നടത്തിയ വെട്ടിപ്പിൻ്റെയും തട്ടിപ്പിൻ്റെയും കഥ പുറത്തുനിന്നത്. മാത്രമല്ല, കേരളത്തിലെ മലയാളികൾ മാത്രമല്ല, പുറത്തുള്ള മലയാളികൾ അടക്കം വയനാടിൻ്റെ കാര്യത്തിൽ അത്ര സെൻസിറ്റീവും വൈകാരികമായുമാണ് അവർ ഫണ്ടുകൾ സ്വരൂപിച്ചതും അവിടെ സഹായത്തിനായി എത്തിയതും. നമുക്കറിയാം, DYFI അടക്കമുള്ള സംഘടനകളൊക്കെ അവിടെ പോയി കയ്യും മെയ്യും മറന്ന് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ പ്രവർത്തനങ്ങളിലും ഒക്കെ ഭാഗവാക്കായത്. മറ്റ് എല്ലാ യുവജന സംഘടനകളും അത്തരത്തിൽ ഭാഗവാക്കായി. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് പിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ പിരിക്കുന്ന ആ പണം വയനാട്ടിലെ ദുരന്തബാധിതരായ സഹോദരങ്ങൾക്ക് എത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ജനം നൽകിയ പണമാണ് വെട്ടിച്ചത്. അത് ഗുരുതരമായ ഒരു പൊതുവിഷയം കൂടിയാണ്. അത്തരത്തിൽ അതിനെ കാണാനും അതിനെ ഓഡിറ്റ് ചെയ്യാനും കോൺഗ്രസ് KPCC തയ്യാറാകേണ്ടതില്ലേ? അത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളും ചോദ്യങ്ങളുമല്ലേ അവിടെ ഉയരുന്നത്? ശരത് ഓങ്ങല്ലൂർ. തീർച്ചയായിട്ടും ഇത് ഒരു DCCക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡന്റോ ഇതിന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ജനങ്ങൾ നൽകിയ പണം, അതായത് വയനാട് പോലെ ഒരു ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു ജനതയെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഖ്യാപിച്ച KPCCയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ ഒരു ബോഡി പ്രഖ്യാപിച്ച പുനരധിവാസ ഫണ്ടിലേക്കാണ് ഇതുപോലെ ജനങ്ങൾ പണം നൽകിയത്. ആ പണമാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തപ്പെട്ടിരിക്കുന്നത്. ആ പണത്തിൻ്റെ മുകളിലാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനോട് ഉത്തരം പറയേണ്ടത് KPCC നേതൃത്വം തന്നെയാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കണക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ സമാനമായ രീതിയിൽ പിരിവ് നടത്തിയിട്ടും ഫണ്ട് തിരിച്ചടയ്ക്കാത്ത എത്ര മണ്ഡലം കമ്മിറ്റികൾ ഉണ്ട് എന്ന കാര്യം കൂടി നോക്കിയാൽ മാത്രമാണ് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിനകത്ത് നേതൃത്വം നൽകിയ ആളുകളിൽ എത്ര പേർ, ഇതിൻ്റെ ഒരു സമുന്നതരായ നേതാക്കളായി എത്ര പേർ ഇതിനകത്തുണ്ട്, ഈ പിരിവുമായി സഹകരിക്കാത്ത എത്ര പേരുണ്ട്, സഹകരിച്ചിട്ടും ഫണ്ട് കൈമാറാത്ത എത്ര പേരുണ്ട് തുടങ്ങിയ കാര്യങ്ങൾക്കകത്ത് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ കൂടി ഇതിൻ്റെ എത്രത്തോളം അഴിമതി അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടന്നിട്ടില്ലെന്ന കാര്യത്തിലകത്തൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്നാലും ഇത് സംബന്ധിച്ച് KPCC നേതൃത്വം ജനങ്ങൾക്ക് മുമ്പിൽ മറുപടി പറഞ്ഞേ തീരൂ എന്ന് തന്നെയാണ് ഇതിനകത്ത് ജനങ്ങൾക്ക് പാർട്ടിക്കകത്ത് തന്നെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വികാരം. അജിംഷാദ്, തീർച്ചയായും ദുരന്തത്തിനിടയിലും ഫണ്ട് വെട്ടിപ്പ് നടത്തിയ കോൺഗ്രസ്, വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നടത്തിയ ഇത്തരം വെട്ടിപ്പുകൾ, തട്ടിപ്പുകൾ, ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യം എത്തുന്നു. മാത്രമല്ല, ഈ കരുണാകരൻ്റെ പേരിൽ, സ്വന്തം നേതാവിൻ്റെ പേരിൽ സ്മാരകം നിർമ്മിക്കാനായി പിരിച്ച തുകകളും വെട്ടിക്കുന്നു. ഇങ്ങനെ 18 മണ്ഡലം കമ്മിറ്റികൾക്കെതിരെയാണ് തൃശ്ശൂർ DCCക്ക് മാത്രം ഈ വിഷയത്തിൽ നടപടിയെടുക്കേണ്ടി വന്നത്. അത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര വിഷയമായാണ് അവർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെയല്ല. കാരണം വയനാടിൻ്റെ പേരിൽ പിരിച്ച പണമാണ്. അത് കോൺഗ്രസിന് മുഴുവൻ ബാധ്യതപ്പെട്ടത് മാത്രമല്ല, അത് പൊതുജനങ്ങൾക്ക് കൂടി ബാധ്യതപ്പെട്ട കാര്യമാണ് എന്നത് തന്നെയാണ് തീർച്ചയായും ബോധ്യമാകുന്നത്.